2024 ലോക്സഭാ പൊതുതിരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ബി.ജെ.പി. കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലങ്ങളുടെ എണ്ണത്തേക്കാൾ 67 സീറ്റ് കൂടുതൽ ലക്ഷ്യം വെക്കുന്നു. ബി.ജെ.പിക്ക് 370 സീറ്റും എൻ.ഡി.എ സഖ്യത്തിന് 400-ലധികം സീറ്റുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമെങ്കിൽ സർക്കാരിൽ നിലവിലെ അടുത്ത മന്ത്രിസ്ഥാനങ്ങൾക്കായി 100 ദിവസത്തെ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ മോദി തൻ്റെ ക്യാബിനറ്റ് അംഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ചെറുതും വലുതുമായ മറ്റു പാർട്ടികളിൽ നിന്ന് തങ്ങളുടെ ഭാഗത്തേക്ക് ആകർഷിക്കാൻ ബി.ജെ.പി. പുതിയ സഖ്യങ്ങളെയും നേതാക്കളെയും ആകർഷണീയമായി പിന്തുടരുകയാണ്. ആന്ധ്രാപ്രദേശിൽ ടി.ഡി.പി. ജനസേന പാർട്ടിയുമായും ഉത്തർപ്രദേശ് രാഷ്ട്രീയ ലോക്ദളുമായും ധാരണയായതായി പാർട്ടി നേതാക്കൾ പറഞ്ഞു. അതേസമയം കർഷക പ്രതിഷേധം മൂലം തിരിച്ചടി നേരിട്ടെങ്കിലും അകാലിദളുമായി ചർച്ചകൾ തുടരുകയാണ്. സമഗ്രമായ ഭൂരിപക്ഷം നേടുക മാത്രമല്ല, വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ 50% വരെ എത്തുകയും ചെയ്യുക എന്നതാണ് മോദിയുടെ കണ്ടെത്തൽ. 2019 64% വോട്ടർമാർ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തില്ല. ബി.ജെ.പി. ഇതര കക്ഷികൾക്കാണ് 64% വോട്ടുകൾ കിട്ടിയത്. പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യം പലപ്പോഴും മുന്നോട്ടു പോകുന്നു. പുതിയ വോട്ടർമാർ മുതൽ സ്കിം ഗുണഭോക്താക്കൾ വരെ ബി.ജെ.പി. ഗവൺമെന്റിനെ മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രത്യേക കണക്കുകൾ ഉണ്ടാകുന്നു. 1984 ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പിൽ 414 സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ 46.86% വോട്ടുകൾ കോൺഗ്രസ് പാർട്ടി നേടി ഏറ്റവും വലിയ സീറ്റുകളായി മാറി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 2019 ബി.ജെ.പി. നേടിയ 37.36% വോട്ടിൽ നിന്ന് 50%-ലേക്ക് ഉയരാൻ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ബി.ജെ.പിക്ക് അതിൻ്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. 370 സീറ്റുകൾ എന്ന ലക്ഷ്യം മോദി തന്നെ വെളിപ്പെടുത്തിയിരിക്കാമെങ്കിലും പാർലമെന്റിൽ നിന്ന് മുതിർന്ന നേതാക്കൾ ഹിന്ദി ഹൃദയഭൂമിയിലും മറ്റ് പരമ്പരാഗത കോട്ടകളിലും പാർട്ടിയുടെ നേട്ടങ്ങൾ ഇതിനകം പ്രചരിപ്പിച്ചില്ലെങ്കിലും ബി.ജെ.പി. മുന്നോട്ടു പോകുന്നത് കഠിനമാണെന്ന് ബി.ജെ.പി. സമ്മതിക്കുന്നു. 2019 രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ എല്ലാ സീറ്റുകളും ബി.ജെ.പി. പിടിച്ചെടുത്തു. മധ്യപ്രദേശിൽ 1ഉം ഛത്തീസ്ഗഡിൽ 2ഉം മാത്രം നഷ്ടപ്പെട്ടു. ബീഹാറിൽ 1 സീറ്റൊഴികെ മറ്റെല്ലാ സീറ്റുകളും അതിൻ്റെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ സഖ്യം നേടിയപ്പോഴും ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ 80 മണ്ഡലങ്ങളിൽ 62ലും ബി.ജെ.പി. വിജയിച്ചിരുന്നു. രാമക്ഷേത്ര സമർപ്പണം സൃഷ്ടിച്ച സുമനസ്സുകളുടെ കരുത്ത് മെച്ചപ്പെടുന്നില്ലെങ്കിൽ ബി.ജെ.പിയുടെ 400 സീറ്റ് എന്ന ആത്മവിശ്വാസം നഷ്ടമായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. ബി.ജെ.പി. ലീഡ് ചെയ്യുന്ന ഒരേയൊരു ദക്ഷിണേന്ത്യ സംസ്ഥാനമായ കർണാടകയിൽ പോലും 2019 ഭൂരിപക്ഷം ആവർത്തിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ പൊതുതിരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ബി.ജെ.പി. കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലങ്ങളുടെ എണ്ണത്തേക്കാൾ 67 സീറ്റ് കൂടുതൽ ലക്ഷ്യം വെക്കുന്നു. ബി.ജെ.പിക്ക് 370 സീറ്റും എൻ.ഡി.എ സഖ്യത്തിന് 400-ലധികം സീറ്റുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമെങ്കിൽ സർക്കാരിൽ നിലവിലെ അടുത്ത മന്ത്രിസ്ഥാനങ്ങൾക്കായി 100 ദിവസത്തെ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ മോദി തൻ്റെ ക്യാബിനറ്റ് അംഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ചെറുതും വലുതുമായ മറ്റു പാർട്ടികളിൽ നിന്ന് തങ്ങളുടെ ഭാഗത്തേക്ക് ആകർഷിക്കാൻ ബി.ജെ.പി. പുതിയ സഖ്യങ്ങളെയും നേതാക്കളെയും ആകർഷണീയമായി പിന്തുടരുകയാണ്. ആന്ധ്രാപ്രദേശിൽ ടി.ഡി.പി. ജനസേന പാർട്ടിയുമായും ഉത്തർപ്രദേശ് രാഷ്ട്രീയ ലോക്ദളുമായും ധാരണയായതായി പാർട്ടി നേതാക്കൾ പറഞ്ഞു. അതേസമയം കർഷക പ്രതിഷേധം മൂലം തിരിച്ചടി നേരിട്ടെങ്കിലും അകാലിദളുമായി ചർച്ചകൾ തുടരുകയാണ്.